Good morning to all. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടൈപ്സ് ഓഫ് ചാനൽ കോൺഫ്ലിക്റ്റ് വരെയാണ് പഠിച്ചത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് വാക്ക് തർക്കങ്ങളൊക്കെ ഒഴിവാക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരാതെ നമ്മൾ ബിസിനസ്സിൽ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം സൊല്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് റിസോൾവ് കോൺഫ്ലിക്റ്റ്. നമുക്കറിയാം സാധാരണ വഴക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഏത് സാഹചര്യം കൊണ്ടായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത് വഴിയാണ് വഴക്കുണ്ടാകുന്നത്, അല്ലേ? അപ്പം ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് റിസോൾവ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മേജർ സോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതാണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് പല വാക്ക് തർക്കങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ആത്യന്തിക കാരണം എന്ന് തന്നെ പറയുന്നു. In this strategy, companies maintain regular communication with its channel members to understand their problems and the settlement of their complaints. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ചാനലിലുള്ള എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും കംപ്ലൈൻറ്റുകൾ സ്വീകരിക്കുന്നതിനും അത് പരിഹരിച്ചു കൊടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഷേഴ്സ് അവിടെ സ്വീകരിക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ Dealer councils. In this strategy, committee or body of channel members are formed to facilitate a platform for discussing and resolving conflict and their problems in the distribution of goods. അതായത് ഡീലർ കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ എത്ര പേരുണ്ടോ അവർ തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പരാതികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഒരു കൗൺസിൽസിനെ ഫോമുലേറ്റ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ, പ്രയോറിറ്റൈസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദിസ് ഇസ് എ സ്ട്രാറ്റജി വിച്ച് കൺവിൻസസ് ദ ചാനൽ മെമ്പേഴ്സ് അബൌട്ട് ദ നെസസിറ്റി ഓഫ് ദ പ്ലേസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അബൌവ് ഓൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ചാനൽ മെമ്പേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് എവിടെ പറഞ്ഞു കൊടുക്കുന്നു, ചാനൽ മെമ്പേഴ്സിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലേ? അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിനേക്കാളും ആർക്ക് പ്രാധാന്യം കൊടുക്കണം, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് പ്രാധാന്യം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു. നാലാമത്തെ, ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ. ഇൻ ദിസ് സ്ട്രാറ്റജി എ കോൺഫ്ലിക്റ്റ് ഈസ് റിസോൾവ്ഡ് ബൈ seeking the mediation and arbitration of third party. Sometimes the court or government department takes a part in the arbitration process. Arbitration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മധ്യസ്ഥൻ, അല്ലേ? മധ്യസ്ഥൻ നിൽക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ സ്ട്രാറ്റജി അനുസരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിനും അന്വേഷിക്കുന്നതിനും ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുന്നതിനും അതില്ലാതാക്കി കൊടുക്കുന്നതിനും ഒക്കെ ഒരു മധ്യവർത്തിയെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനെ നിലനിർത്തുന്നു, ഒരു തേർഡ് പാർട്ടീനെ നിലനിർത്തുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു. പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ആർബിട്രേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് റീറ്റെയിലിംഗ്. ലിറ്റററി മീനിങ് ഓഫ് വേർഡ് റീറ്റെയിൽ ഈസ് ടു കട്ട് അഗെയിൻ. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലിറ്റററി മീനിങ്, അല്ലേ? റീറ്റെയിലിങ്ങിൻ്റെ ലിറ്റററി മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കട്ട് അഗെയിൻ, അല്ലേ? ചെറുതാക്കുക എന്നുള്ളതാണ്. ദ ടൈം ഈസ് ordinarily used to refer sale of goods in small quantities or pieces. എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ എന്താ, വലിയ ബൾക്കായിട്ടുള്ള സംഭവത്തിനെ ചെറുതാക്കി അല്ലെങ്കിൽ കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, കുറേശ്ശെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ കുറഞ്ഞ അളവിൽ കൺസ്യൂമേഴ്സിനെ വിൽക്കുന്നതിനെയാണ് പൊതുവേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റീറ്റെയിലിംഗ് എന്ന് വിളിക്കുന്നത്. കൺസ്യൂമേഴ്സ് വാണ്ട് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു മീറ്റ് ദെയർ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി നീഡ്സ്. കൺസ്യൂമേഴ്സിന് എങ്ങനെ മതി, ബൾക്കായിട്ടുള്ള സാധനം വേണ്ട, അവരുടെ കുടുംബത്തിനുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി കുറഞ്ഞ സാധനങ്ങൾ മതി. റീറ്റെയിൽ സിസ്റ്റം ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് അൾട്ടിമേറ്റ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ്. ഇവരെ തമ്മിൽ, അതായത് കൺസ്യൂമേഴ്സിനെയും അതുപോലെ തന്നെ മാനുഫാക്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് അതുകൊണ്ട് ആര് പ്രവർത്തിക്കുന്നത്, റീറ്റെയിലേഴ്സ് പ്രവർത്തിക്കുന്നത്. റീറ്റെയിലിംഗ് entails the delivery of finished goods in the hands of consumers for satisfying their individual needs and wants. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു, ആർക്ക്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് അവരുടെ ആവശ്യം എന്താണോ അത് മീറ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള അളവിൽ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിലിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. The process of retailing consists of all the activities related to the sale of goods and services to ultimate consumers for personal or non-business use. അതുപോലെ തന്നെ
റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ബിസിനസ് അല്ലാത്ത അല്ലെ നോൺ ബിസിനസ് യൂസസ്, ബിസിനസ് അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെതായിട്ടുള്ള ഹൗസ് ഹോൾഡ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും എവിടെ നിന്ന് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസപ്ഷൻ പ്ലേസസിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിലിങ്ങിൻ്റെ ലക്ഷ്യം. This is the most convenient, convincing and comfortable method of buying and selling goods meant for consumption. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? സാധനങ്ങൾ വാങ്ങാനാണേലും വിൽക്കാനാണേലും ഏത് രീതിയിൽ എടുത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഉപഭോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ അഭികാമ്യം? റീറ്റെയിലിംഗ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. 4-5 നോക്കിയേം. ഫിലിപ്പ് കോട്ടലിൻ്റെ ഡെഫിനേഷൻ്റെ അകത്ത് റീറ്റെയിലിംഗ് കൺസിസ്റ്റ് ഓഫ് all the activities related to the sale of goods and services to the ultimate consumer for personal നോൺ ബിസിനസ് യൂസ്. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സ്മോൾ ക്വാണ്ടിറ്റീസിൽ ചെറിയ അളവിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റീറ്റെയിലിംഗ് എന്ന് വിളിക്കുന്നത്. 5-ാമത്തത് റീറ്റെയിലിംഗ് കൺസിസ്റ്റ് ഓഫ് ദോസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ സെല്ലിംഗ് ഡയറക്ട്ലി ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിനെയെല്ലാം നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? റീറ്റെയിലിംഗ് എന്ന പേരിട്ട് വിളിക്കാം. ഇനി അടുത്ത ടോപ്പിക്ക് റീറ്റെയിലർ ആൻഡ് റീറ്റെയിലിംഗ്. നോക്കിയേ, എന്താണ് റീറ്റെയിൽ? ദ മീനിങ് ഓഫ് റീറ്റെയിൽ ഈസ് ദ സെയിൽ ഓഫ് കമ്മോഡിറ്റീസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് ആവശ്യക്കാരന് ചെറിയ അളവിൽ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് റീറ്റെയിൽ. ദ ടൈം റീറ്റെയിൽ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് ദ സെയിൽ ഇൻ എ ട്രേഡ് ഡീൽ. കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം എന്താ? സെയിലിൻ്റെ സ്വഭാവം കാണിക്കുക എന്നുള്ളതാണ് റീറ്റെയിലിൻ്റെ അല്ലെങ്കിൽ റീറ്റെയിൽ എന്ന ടൈം അവിടെ ഉപയോഗിക്കുന്നത്. പിടി കിട്ടിയോ? റീറ്റെയിലർ, റീറ്റെയിലിംഗ്. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ക്വാണ്ടിറ്റീസിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ റീറ്റെയിൽ എന്ന് വിളിക്കുന്നു. ട്രേഡിൽ സെയിൽസിൻ്റെ സ്വഭാവം അല്ലേ വലിയ രീതിയിലുള്ളതാണോ, ബൾക്കായിട്ടാണോ, സ്മോൾ ആയിട്ടാണോ, മീഡിയം ലെവലിലാണോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ടൈമും ഉപയോഗിക്കുന്നത് അല്ലേ. സ്മോൾ ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീറ്റെയിലർ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി റീറ്റെയിലർ. ദ ടൈം റീറ്റെയിലർ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ പാർട്ടി, ട്രേഡർ ഓർ എന്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ദ സെയിൽ ഓഫ് കമ്മോഡിറ്റി ടു ദ എൻഡ് യൂസേഴ്സ്. എന്നാണ് പറഞ്ഞേക്കുന്നത്? എൻഡ് യൂസേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് റീറ്റെയിൽ ചെയ്തു കൊടുക്കുന്ന ആരാണോ, ചെറിയ അളവിൽ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന പാർട്ടീനെ അല്ലെങ്കിൽ കച്ചവടക്കാരനെ അല്ലെങ്കിൽ സ്ഥാപനത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റീറ്റെയിലർ. റീറ്റെയിൽ ചെയ്യുന്ന ആളെ നമ്മൾ എന്ന് വിളിക്കുന്നു റീറ്റെയിലർ എന്ന് വിളിക്കുന്നു. The retailer is the dealer whose line of business is selling finished goods to consumers. റീറ്റെയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലെ ഒരാൾ തന്നെയാണ് എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ അല്ലെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആരാണോ, അതൊരു സ്ഥാപനമാകാം അല്ലെങ്കിൽ ഒരു പാർട്ടി ആകാം അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാകാം. ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? റീറ്റെയിലർ എന്ന പേരിട്ട് വിളിക്കുന്നു. ഇനി അടുത്ത റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗ് refers to all activities related to the sale of goods and service to ultimate consumers. The term encompasses whole process of retail trade. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് റീറ്റെയിലർ അല്ലെ റീറ്റെയിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? റീറ്റെയിലിംഗ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുന്നു? റീറ്റെയിലർ പെർഫോം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റീറ്റെയിലിംഗ് എന്ന പേരിട്ട് വിളിക്കാവുന്നതാണ്. റീറ്റെയിലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ടു ദ ബയർ ഓഫ് ദ പേഴ്സണൽ, ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് യൂസ്. റീറ്റെയിലിങ്ങിൻ്റെ അത് കൂടുതലായിട്ട് എന്താ? സാധനങ്ങളും സേവനങ്ങളും ബയേഴ്സിന് വിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കച്ചവടങ്ങൾ നടത്തുന്നത്. അല്ലാതെ എന്തിനു വേണ്ടിയിട്ടല്ല? ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല. Retail refers to the selling of goods in small quantities to end users. Retailer is a dealer or firm engaged in the selling of goods. Retailing is the whole process of retail sale. കിട്ടിയോ? മൂന്നും കൂടെ ഒരുമിച്ച് പറഞ്ഞേക്കുന്ന എന്താ? റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ അളവിൽ സാധനങ്ങൾ വിൽക്കുന്നതിനെ റീറ്റെയിൽ എന്ന് വിളിക്കുന്നു. ആ ചെറിയ അളവിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളെ റീറ്റെയിലർ എന്ന് വിളിക്കുന്നു. റീറ്റെയിലറെ റീറ്റെയിൽ ചെയ്യുന്ന പ്രോസസ്സിനെ റീറ്റെയിലിംഗ് എന്ന് വിളിക്കുന്നു. അതാണ് ലാസ്റ്റത്തെ പാരഗ്രാഫിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിന്റെ സ്വഭാവ സവിശേഷതകൾ. ഒന്നാമത്തെ, റീറ്റെയിലിംഗ് ഇസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ മാർക്കറ്റിംഗ് പ്രോസസ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ റീച്ച് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻഡ് യൂസേഴ്സ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും അന്തിമ ഘട്ടമാണ് അല്ലേ?
റീറ്റെയിലർ കഴിഞ്ഞ് ഡയറക്റ്റ് ആരിലേക്ക് പോവുക, കൺസ്യൂമേഴ്സിലേക്ക് പോവുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മധ്യവർത്തി ഇല്ല. റീച്ച് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ടു ദ ഹാൻഡ്സ് ഓഫ് എൻഡ് യൂസേഴ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിനെ എൻഡ് യൂസേഴ്സിന് കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ കണ്ണിയാണ് റീറ്റെയിലർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ, ഇൻ റീറ്റെയിലിംഗ് ദ റീറ്റെയിലർ ബൈസ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം ദ manufacturer or wholesaler and sells them in small quantities to the ultimate consumers, their personal or household uses. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റീറ്റെയിലർ കൂടുതലായിട്ട് സാധനങ്ങൾ ഒന്നെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ചെറുതാക്കി എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ, ജനറലി റീറ്റെയിലിംഗ് ഡീൽസ് വിത്ത് ദ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫോർ ദ യൂസ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ആവശ്യപ്പെടുന്ന രീതിയിൽ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ ഇവരവിടെ ഡീൽ ചെയ്യാറുണ്ട്. നാലാമത്തെ, ദ മെക്കാനിസം ഓഫ് റീറ്റെയിലിംഗ് ഫംഗ്ഷൻ ഓൺ ദ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ റീറ്റെയിലർ ആൻഡ് കൺസ്യൂമേഴ്സ്. റീറ്റെയിലിംഗ് ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ, കൺസ്യൂമേഴ്സായിട്ട് നേരിട്ടുള്ള ബന്ധം പുലർത്തുന്ന കണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? റീറ്റെയിലർ ആണ്. അഞ്ചാമത്തെ, റീറ്റെയിലിംഗ് ഈസ് ദ മീഡിയം ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ട്രാൻസ്മിറ്റ്സ് ദ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ ടു ദ കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ റീറ്റെയിലിംഗിൽ എന്താ, റീറ്റെയിലർ ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ? മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കൃത്യമായിട്ട് മാനുഫാക്ചറിനെ അറിയിക്കാനും അതുപോലെ തന്നെ പുതിയ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള വിവരം കൺസ്യൂമേഴ്സിനെ അറിയിക്കാനുമുള്ള നല്ലൊരു മീഡിയമായിട്ടാണ് ആര് ഇവിടെ കണക്കാക്കുന്നത്? റീറ്റെയിലറിനെ ഇവിടെ കണക്കാക്കുന്നത്. അടുത്ത, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ. ഒന്നാമത്തെ, വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ്. റീറ്റെയിലേഴ്സ് ഓഫർ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ടു ദ കൺസ്യൂമേഴ്സ് ഫോർ ദെയർ ചോയ്സ്. ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ഇഷ്ടംപോലെ സാധനങ്ങൾ റീറ്റെയിലർ ഓഫർ ചെയ്യാറുണ്ട്. ദിസ് ഗീവ്സ് ദ കൺസ്യൂമേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ദ ഗുഡ്സ് ഫ്രം ദ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്, സൈസ് ആൻഡ് പ്രൈസസ് അറ്റ് വൺ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ എന്താ, ഒരേ സ്ഥലത്ത് നിന്ന് പല അളവിൽ പല വിലയ്ക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ, പല ബ്രാൻഡിലുള്ള സാധനങ്ങൾ ഇവർക്ക് കൺസ്യൂമേഴ്സിന് ഇവർ ഓഫർ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ, ബ്രേക്ക് ഓഫ് ബൾക്ക്. ബ്രേക്കിംഗ് ബൾക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സർവീസ് ഓഫേർഡ് ബൈ ദ റീറ്റെയിലർ ടു ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദ മാനുഫാക്ചർ. മാനുഫാക്ചേഴ്സിനും കൺസ്യൂമേഴ്സിനും ഇവർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഇത് ബ്രേക്ക് ഓഫ് ബൾക്ക് എന്ന് പറയുന്നത് അല്ലേ? ബൾക്കായിട്ട് ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു? മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് ചെറുതാക്കി ചെറിയ ചെറിയ പീസുകളാക്കി ആർക്ക് കൊടുക്കുന്നു? കൺസ്യൂമേഴ്സിന് ആവശ്യപ്പെടുന്ന രീതിയിൽ കുറേശ്ശെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. In the distribution channel, manufacturer or wholesaler sell goods in large quantities or bulk to the retailers. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ അളവിൽ സാധനങ്ങൾ മേടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? The retailer then break down the merchandise into small quantities as per the individual consumers' needs and household consumption patterns. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ അളവുകളാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് എത്രമാത്രം വേണോ ആ രീതിയിൽ ചെറുതാക്കി ആർക്ക് കൊടുക്കുന്നു? കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ് ഇവിടെ റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ, മർച്ചൻഡൈസിങ്. മർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടം നടത്തുക എന്നാണ് കേട്ടോ. കച്ചവടം. മർച്ചൻഡൈസിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? മർച്ചൻഡൈസ് ചെയ്യുക അല്ലെങ്കിൽ കച്ചവടം നടത്തുക എന്നുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേരിയസ് ആക്ടിവിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ ഇത് നടത്തുന്നതിന് വേണ്ടി, കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് സാധനങ്ങൾ കൂടുതലായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അത്യാവശ്യ ഘടകങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളും ചെയ്യുന്നത് ആര് തന്നെയാണ്? റീറ്റെയിലർ തന്നെ ആണ്. എവറി റീറ്റെയിലർ സ്റ്റോർ ഹാസ് ഇറ്റ്സ് ഓൺ ലൈൻ ഓഫ് മർച്ചൻഡൈസ് ടു ഓഫർ പ്രൊഡക്റ്റ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് അവരുടേതായ രീതിയിൽ സാധനങ്ങൾ വിൽക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓരോ റീറ്റെയിലറും കൈക്കൊള്ളാറുണ്ട്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അട്രാക്ടിങ് ദ കസ്റ്റമേഴ്സ് ഇൻ ദ സ്റ്റോർ ആൻഡ് എൻകറേജിങ് ദം ടു പർച്ചേസ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിനെ ആ ഒരു സാധനം മേടിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? പലയധികം മെത്തേഡുകൾ അവിടെ ഫോളോ ചെയ്യാറുണ്ട്. Various tools merchandising includes store layout, packaging, arrangement of product in the store, display and presentation. അതിനുവേണ്ടി അവർ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്ന മെത്തേഡുകളാണ് എന്താ? ലേഔട്ട് ചെയ്യുക അല്ലേ? ഡിസ്പ്ലേ ചെയ്യുക, നല്ല സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ തന്നെയാണെങ്കിൽ പല ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കുക, നല്ല പാക്കിങ് അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താ? കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കാനും അവരുടെ കച്ചവടം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കുറച്ചധികം മെത്തേഡ്സുകളാണ്. നാലാമത്തെ, ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. റീറ്റെയിലർ ആക്ട് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ആൻഡ് കസ്റ്റമർ ഇൻഫർമേഷൻ. ദേ ഗീവ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു ബോത്ത് മാനുഫാക്ചർ ആൻഡ് കൺസ്യൂമേഴ്സ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് റീറ്റെയിലർ ആണ് പ്രധാനപ്പെട്ട കണ്ണി അല്ലേ?
മാനുഫാക്ചറിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനും അത്യാവശ്യമായിട്ടുള്ള മാർക്കറ്റുമായിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നിർണായകമായ കണ്ണി എന്നറിയപ്പെടുന്ന ആരാ? റീറ്റെയിലറാണ്. അപ്പോൾ എന്താ? ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ വിതരണം ചെയ്ത് കൊടുക്കുന്ന ഒരു കണ്ണിയായിട്ട് ആരെ പരിഗണിക്കുന്നു? റീറ്റെയിലറെ പരിഗണിക്കുന്നു. Retailer have a direct relation with the consumers which helps them to understand the buying behavior and market condition. റീറ്റെയിലർ ആണ് കൺസ്യൂമേഴ്സുമായിട്ട് നേരിട്ടുള്ള ബന്ധം പുലർത്തുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ? വിപണിയുമായിട്ടും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാനും അത് മാനുഫാക്ചറിനെ അറിയിക്കാനും ഈ റീറ്റെയിലർ സഹായിക്കുന്നു. ഇനി അടുത്ത അഞ്ചാമത്തെ ഹോൾഡിംഗ് ഇൻവെന്ററി. റീറ്റെയിലർ ഹോൾഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഫോർ എൻഷുറിംഗ് റെഡി അവൈലബിലിറ്റി ഓഫ് കൺസ്യൂമേഴ്സ്. ദസ് കൺസ്യൂമേഴ്സ് need no hold goods in large quantities at home. They can purchase goods from the retailer as and when needed. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് റീറ്റെയിലർ ഇൻവെന്ററി ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യപ്പെടുന്ന സാധനങ്ങൾ അല്ലേ, കൺസ്യൂമേഴ്സ് കൃത്യസമയത്ത് വന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള സ്റ്റോക്ക് ആരുടെ കാണും? ഓരോ റീറ്റെയിലറിൻ്റെ കയ്യിലും കാണും. അതുകൊണ്ട് തന്നെ എന്താ? കൺസ്യൂമേഴ്സ് നീഡ് നോട്ട് ഹോൾഡ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഹോം. വലിയ അളവിൽ അവരുടെ വീടുകളിൽ സാധനം സൂക്ഷിക്കേണ്ട അവസ്ഥയൊന്നും ആർക്ക് വരുന്നില്ല? കൺസ്യൂമേഴ്സിന് വരുന്നില്ല. എപ്പോഴാണോ അവർക്ക് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് റീറ്റെയിലർ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നു. ഇനി അടുത്ത ആറാമത്തെ പ്രോമിനൻറ്റ് റോൾ ഇൻ ദ വാല്യൂ ചെയിൻ. വെൻ ദ കൺസ്യൂമേഴ്സ് പർച്ചേസ് ഗുഡ്സ് റീറ്റെയിലർ ഓർഡർ മോർ ഗുഡ്സ് ടു റീഫിൽ ദെയർ സ്റ്റോക്ക്. ആസ് എ റിസൾട്ട് കമ്പനീസ് ഹാവ് മാനുഫാക്ചർ ദ ഗുഡ്സ് ഫോർ retailers. For production, companies have to purchase more raw materials from the suppliers. Retailer occupy the unique position in the supply chain of product from the product producers to consumers. എന്നിവിടെ പറഞ്ഞേക്കുന്നത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ എവിടുന്നാണ് തുടങ്ങുന്നത്? മാനുഫാക്ചറിൽ നിന്ന് തുടങ്ങി എൻഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും മൂല്യമുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? റീറ്റെയിലറാണ്. കാരണം എന്തായിരിക്കും? റീറ്റെയിലർ കൺസ്യൂമേഴ്സിനെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്ത് കൂടുതലായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് സാധനങ്ങൾ വേണ്ടി വരുന്നു അല്ലേ. മാനുഫാക്ചറിൻ്റെ പ്രവൃത്തി കൂടുന്നു അല്ലേ. മാനുഫാക്ചറിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈസിന് റോ മെറ്റീരിയൽസ് കൂടുതലായിട്ട് കൊണ്ടെത്തിച്ച് കൊടുക്കേണ്ടി വരുന്നു അല്ലേ. അങ്ങനെ ഓരോ പ്രോസസ്സും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് വരുന്നത് വഴി തന്നെ എന്താ? ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? റീറ്റെയിലർ തന്നെയാണെന്ന് പറയാൻ സാധിക്കുന്നു. ഇനി ഏഴാമത്തെ എക്കണോമിക് ഡെവലപ്മെന്റ്. റീറ്റെയിലിംഗ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ് ആൻഡ് പ്ലേസ് എ പ്രീഡോമിനൻറ്റ് റോൾ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ റീറ്റെയിലിംഗ് ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ പുരോഗതിയിൽ കൂടുതലായിട്ട് പങ്കുവഹിക്കുന്നതുമാര് തന്നെയാണ് റീറ്റെയിലിംഗ് തന്നെയാണ്. റീറ്റെയിലേഴ്സ് എയിംസ് അറ്റ് മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് ആൻഡ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അങ്ങനെ പറയാനുള്ള കാരണം എന്നാ? റീറ്റെയിലേഴ്സിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പരമാവധി സെയിൽസ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പരമാവധി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ള ആണ് റീറ്റെയിലിംഗിൻ്റെ ലക്ഷ്യം. ദിസ് ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് GDP ഓഫ് ദ കൺട്രി വിച്ച് ഈസ് ദ വൺ ഓഫ് ദ പ്രൈമറി ഇൻഡിക്കേറ്റർ ഓഫ് ദ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത് എന്തിലേക്ക് നയിക്കുന്നു? കൂടുതലായിട്ട് GDP വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും അതുവഴി നമ്മുടെ സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യം വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. റീറ്റെയിൽ സെക്ടർ ഈസ് ദ ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡർ അക്രോസ് ദ വേൾഡ്. ലോകത്തെമ്പാടും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു സോഴ്സാണ് ഏത്? റീറ്റെയിലിംഗ് സെക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ടു ദ പൂവറസ്റ്റ് ആൻഡ് അൺസ്കിൽഡ് അലോങ് വിത്ത് എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് പീപ്പിൾ. എന്നവിടെ പറഞ്ഞേക്കുന്നത് ഇത് പല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ അല്ലെ, വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ഈ മേഖല പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗ് ഫങ്ഷൻസിന് നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഫംഗ്ഷൻ എന്നും സെക്കൻഡറി ഫംഗ്ഷൻ എന്നും. അതിൻ്റെ ഫസ്റ്റ് വൺ പ്രൈമറി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷൻ റെഫേഴ്സ് ടു ദ ബേസിക് ആൻഡ് കോർ ഫംഗ്ഷൻ ഏരിയ ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിൻ്റെ മർമ്മമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഇതെന്നറിയപ്പെടുന്നത് പ്രൈമറി ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഒന്നാമത്തെയാണ് സെർച്ചിങ്. എ റീറ്റെയിലർ ഡീൽസ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ഹി പർച്ചേസസ് ഫ്രം ദ ഡിഫറെൻറ്റ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ്. റീറ്റെയിലർ എപ്പോഴും എന്ത് ചെയ്യണം? പുതിയതായിട്ടുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, ഏറ്റവും ക്വാളിറ്റി ആയിട്ട്, ഏറ്റവും ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് കൃത്യമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. He has to search and identify the manufacturers and wholesalers of goods required
ബൈ ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉൽപ്പന്നം ആരുടെ കയ്യിൽ നിന്ന് മേടിക്കണം, അല്ലേ? അനുയോജ്യപ്രദമായിട്ടുള്ള മാനുഫാക്ചർ ആരാണ്, അല്ലെങ്കിൽ ഹോൾസെയിലർ ആരാണ് എന്ന് കൃത്യമായിട്ട് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടാമത് ബൈയിങ്. പ്ലേസിംഗ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ബൈയിങ് ഓഫ് റിക്വയർഡ് ഗുഡ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് റീറ്റെയിലിംഗ്. റീറ്റെയിലിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് എന്താ? ഓർഡേഴ്സുകൾ കൃത്യമായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ റിക്വയർഡ് ഗുഡ്സ്, കൺസ്യൂമേഴ്സിന് താല്പര്യപ്പെടുന്ന സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത്. ഫോർ ദിസ് റീറ്റെയിലർ ഹാസ് ടു സ്റ്റഡി ദ മാർക്കറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് കോമ്പറ്റീഷൻ. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ട് റീറ്റെയിലർ എപ്പോഴും മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ സ്ഥിതി വിവരങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന കോമ്പറ്റീഷനൊക്കെ കൃത്യമായിട്ട് നോക്കുന്നു. മൂന്നാമത്തെ ട്രാൻസ്പോർട്ടിംഗ്. ദ റീറ്റെയിലർ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് മാനുഫാക്ചർ ഓർ ഹോൾസെയിലേഴ്സ് ടു ഹിസ് സ്റ്റോർ ഓർ സെല്ലിംഗ് ദം ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ, കൺസപ്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോഗം ചെയ്യുന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആളുമാര് തന്നെയാണ്, റീറ്റെയിലർ തന്നെ ആണ്. ഹി ഫിൽസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഒറിജിൻ ഓഫ് ഗുഡ്സ്, ഹോൾസെയിലർ സ്റ്റോർ ആൻഡ് ദ പോയിന്റ് ഓഫ് സെയിൽ ത്രൂ ട്രാൻസ്പോർട്ടേഷൻ വഴി ഇയാൾ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചറും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റോറിംഗ്. ഗുഡ്സ് ബോട്ട് ഫ്രം ദ മാനുഫാക്ചർ ഓർ ഹോൾസെയിലേഴ്സ് ഹാവ് ടു ബി സ്റ്റോർഡ് ബൈ ദ റീറ്റെയിലർ ഫോർ എൻഷുറിംഗ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ദ കൺസ്യൂമേഴ്സ്. എന്നിവിടെ പറഞ്ഞേക്കുന്നത് അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങളില്ലാതെ കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് റീറ്റെയിലർ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ച് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. Storing helps the retailer to buy large quantities from the wholesalers and deliver goods as and when required by the consumers. അതിന് വേണ്ടിയിട്ട് സ്റ്റോറിങ് സഹായിക്കുന്നു. എന്താ? ബൾക്കായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് റീറ്റെയിലർ മേടിച്ച് ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന അളവിൽ ആവശ്യപ്പെടുന്ന സമയത്ത് പ്രൈസിൽ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സ്റ്റോറിങ് ഫെസിലിറ്റി കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് സോർട്ടിംഗ്. റീറ്റെയിലർ ബൈ ആൻഡ് കളക്ട് ആൻഡ് അസോർട്ട്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദ വേരിയസ് സോഴ്സസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ഓഫറിംഗ് വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് ടു ദ ഫൈനൽ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പല രീതിയിലുള്ളതായിരിക്കും, അല്ലേ? ഓരോ സാധനങ്ങൾ എത്ര മതിയായിരിക്കും? ഒന്നോ അല്ലെ പകുതിയോ രണ്ടോ ഒക്കെ മതി, അല്ലേ? അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ആവശ്യത്തിന് മാത്രം മതി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വർഗീകരണം, ക്ലാസിഫിക്കേഷൻ നടത്തണമെങ്കിൽ അവരെന്ത് ചെയ്യണം? പല രീതിയിലുള്ള സാധനങ്ങൾ പല മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് റീറ്റെയിലർ ബൈ ആൻഡ് കളക്ട് ആൻഡ് അസോർട്ട്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദ വേരിയസ് സോഴ്സസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫറിംഗ് വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് ഫോർ ദ ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്, അല്ലേ? അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സാധനങ്ങൾ പല ആൾക്കാരിൽ നിന്ന് ബൾക്കായിട്ട് മേടിച്ച് അത് സോർട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു? ഫൈനൽ കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്? റീറ്റെയിലറിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇനി ആറാമത്തെ ബ്രേക്കിംഗ് ബൾക്ക്. റീറ്റെയിലർ ബ്രേക്ക് ഡൗൺ ദ മർച്ചൻഡൈസ് ബോട്ട് ഫ്രം ദ ഹോൾസെയിലേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആസ് പെർ ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ നീഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് കൺസംഷൻ പാറ്റേൺസ്. എന്ത് ചെയ്യുന്നു? ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ച് അതിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അളവ് കുറച്ച് കൺസ്യൂമേഴ്സിൻ്റെ പാറ്റേൺ എന്താണോ, കൺസെപ്ഷൻ പാറ്റേൺ എന്താണോ, ഉപഭോഗത്തിൻ്റെ രീതി എന്താണോ അതിനാനുപാതികമായിട്ട് ചെറുതാക്കി കൊടുക്കുന്നു. ഇനി ഏഴാമത്തെ പാക്കിംഗ്. സെല്ലിംഗ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് നെസസിറ്റേറ്റ് ദ റീറ്റെയിലർ ടു പാക്ക് ദ ഗുഡ്സ് ഇൻ സ്മോൾ ബോക്സസ് കവർ ആൻഡ് കണ്ടെയ്നേഴ്സ് ഫോർ ദ കൺവീനിയൻറ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് കൺസ്യൂമേഴ്സിന് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോക്സസ് ആക്കി അല്ലെങ്കിൽ കവേഴ്സുകളാക്കി എന്ത് ചെയ്യണം? നമ്മൾ അതിനെ റീറ്റെയിലർ അതിനെ പൊതിഞ്ഞ് അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പാക്കേജിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കച്ചവടം കൂടുതലായിട്ട് നടക്കുകയുള്ളൂ, അല്ലേ? അപ്പം പാക്കേജിങ്ങും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇനി അടുത്തത് പ്രൈസിങ്. റീറ്റെയിൽ പ്രൈസ് റെഫേഴ്സ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് ദ കമ്മോഡിറ്റി ഈസ് സോൾഡ് ടു ദ എൻഡ് യൂസർ. എന്നവിടെ പറഞ്ഞേക്കുന്നത് എൻഡ് യൂസേഴ്സിന് റീറ്റെയിലർ കൊടുക്കുന്ന പ്രൈസ് ഏതാണോ അതാണ് എന്നറിയപ്പെടുന്നത് റീറ്റെയിൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത്. പ്രൈസ് ഇസ് ദ ഡിസൈസീവ് ഫാക്ടർ
ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ റീറ്റെയിലർ. അതുപോലെ തന്നെ റീറ്റെയിലറുടെ ലാഭം തീരുമാനിക്കുന്ന നിർണായക ഘടകമാണ് ഇതെന്ന് അറിയപ്പെടുന്നത് പ്രൈസ് എന്ന് പറയുന്നത്. There are various methods of pricing adopted by the retailer in which include cost plus pricing, competition based pricing, multi pricing, psychological pricing and discounted pricing. ഇതിന് വേണ്ടിയിട്ട് റീറ്റെയിലർ പല രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. കോമ്പറ്റീഷൻ, മൾട്ടിപ്പിൾ, കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ കുറേയധികം പ്രൈസിങ് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പിന്നെ 9ാമത്തെയാണ് സെല്ലിംഗ്. സെല്ലിംഗ് ഈസ് ദ ഫൈനൽ ഫേസ് ഓഫ് റീറ്റെയിലിംഗ് വേർ ദ ഓണർഷിപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ റീറ്റെയിലർ ടു ദ കൺസ്യൂമേഴ്സ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? റീറ്റെയിലറിൻ്റെ കയ്യിലുള്ള ആ ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആരിലേക്ക് പോകുന്നു? റീറ്റെയിലർ ആർക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നു? മീഡിയം അല്ലെ, ക്യാഷ് വാങ്ങിച്ച് അത് കൺസ്യൂമേഴ്സിന് കൈമാറ്റം ചെയ്യുന്ന പ്രോസസ്സാണ് എന്നറിയപ്പെടുന്നത് സെല്ലിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സെക്കൻഡറി ഫങ്ഷൻസ്. Secondary functions, retailing aims at promotion of the product and the store in order to increase the volume of sales. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറി ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് സെക്കൻഡറി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. 1ാമത്തെ അഡ്വർടൈസിങ്. റീറ്റെയിലേഴ്സ് ഓഫൻ ഗീവ് അഡ്വർടൈസ്മെന്റ് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ഓഫേർഡ് ബൈ ദം. അല്ലേ, റീറ്റെയിലർ കൃത്യമായിട്ട് അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കൂടുതലായിട്ട് സെയിൽസ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അഡ്വർടൈസിംഗ് ഹെൽപ്സ് ഇൻഫോം ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ്, പ്രൈസ്, ഡിസ്കൗണ്ട് ആൻഡ് ഓഫേഴ്സ് ഗിവൺ ബൈ ദ റീറ്റെയിൽ സ്റ്റോർസ്. അതുപോലെ തന്നെ എന്താ അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീറ്റെയിൽ ഷോപ്പിൽ ഏതൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പ്രൈസ്, എന്തൊക്കെ സേവനങ്ങൾ കിട്ടും, അതുപോലെ തന്നെ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇനി 2ാമത്തെ മർച്ചൻഡൈസിങ്. മർച്ചൻഡൈസിങ് ഇൻ റീറ്റെയിൽ സ്റ്റോർ കംപ്രൈസസ് വേരിയസ് ആക്ടിവിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ട് ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ ഓഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റീറ്റെയിൽ സ്റ്റോറിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതാണ് എന്തെന്ന് അറിയുക. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടത്തുന്നുണ്ടോ അതാണ് മർച്ചൻഡൈസിംഗ് എന്ന് വിളിക്കുന്നത്. എവറി റീറ്റെയിൽ സ്റ്റോർ ഹാസ് ഇറ്റ്സ് ഓൺ ലൈൻ ഓഫ് മർച്ചൻഡൈസ് ടു ഓഫർ പ്രൊഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ്. നമുക്കറിയാം ഓരോ കച്ചവടക്കാരുടെയും അയാളുടേതായ കുറച്ചധികം കച്ചവട തന്ത്രങ്ങളുണ്ട് അല്ലേ. ദ വേരിയസ് ടൂൾസ് മർച്ചൻഡൈസിംഗ് ഇൻക്ലൂഡ് സ്റ്റോർ ലേഔട്ട്, പാക്കേജിംഗ്, അറേഞ്ച്മെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ എ സ്റ്റോർ, ഡിസ്പ്ലേ ആൻഡ് പ്രസന്റേഷൻ. അപ്പം അതിന് ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പാക്കേജിങ്, പ്രൊഡക്റ്റ് അവരുടെ കടയിൽ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ രീതി, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ രീതിയൊക്കെ എന്താ കൂടുതലായിട്ട് കച്ചവട തന്ത്രങ്ങളാണ്. 3ാമത്തെ ഫിനാൻസിങ്. റീറ്റെയിലർ ഓഫർ ക്രെഡിറ്റ് ഫെസിലിറ്റി ടു കൺസ്യൂമേഴ്സ് ടു ഇൻക്രീസ് സെയിൽസ്. നമുക്കറിയാം സെയിൽസ് കൂടുതലായിട്ട് നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കടത്തിലും സാധനങ്ങൾ കൊടുക്കണം അല്ലേ. സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എനേബിൾസ് ദ കൺസ്യൂമേഴ്സ് ടു ബൈ ഗുഡ്സ് വിത്തൗട്ട് റെഡി സ്പോട്ട് പേയ്മെന്റ് ഓഫ് ക്യാഷ്. പിന്നെ അവിടെ പറഞ്ഞേക്കുന്നത് കടത്തിലാണ് സാധനങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ സ്പോട്ടിൽ സാധനം മേടിക്കുന്ന സമയത്ത് തന്നെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ക്യാഷ് കൊടുക്കേണ്ട, റെഡി പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് സെയിൽസ് റിക്വയർ ദ കൺസ്യൂമേഴ്സ് ടു പേ മണി ഓൺ ആൻ എഗ്രീഡ് ഫ്യൂച്ചർ ടൈം. എപ്പോൾ കൊടുത്താൽ മതി? പറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലേ, ഭാവിയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അലോ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അയാളുടെ കടയിൽ കച്ചവടങ്ങൾ നടത്തുന്നു. 4ാമത്തെ റിസ്ക് ബിയറിംഗ്. എ റീറ്റെയിലർ ഹാസ് ടു ഫേസ് മെനി കൈൻഡ്സ് ഓഫ് റിസ്ക് ഇൻ കണക്ഷൻ വിത്ത് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ്. നമുക്കറിയാം മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ മേടിച്ച് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നിടം വരെ ഉണ്ടാകുന്ന എല്ലാ നഷ്ടസാധ്യതകളും ആര് തന്നെ വഹിക്കണം? റീറ്റെയിലർ തന്നെ വഹിക്കണം. In credit sales, he has to bear risk in bad debts on the account of non-payment of amount by the consumers. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലേ, എങ്ങനെയായിരിക്കും? കടത്തിലാണ് സാധനങ്ങൾ പോകുന്നതെങ്കിൽ ബാഡ് ഡെബ്റ്റ്സ്, കിട്ടാക്കടങ്ങളൊക്കെ വരാനുള്ള സാധ്യത അല്ലേ. കൊടുക്കാന്ന് പറയുന്ന സമയത്ത് പേയ്മെന്റ് നടക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതും ഒരു തരത്തിലുള്ള റിസ്ക് ആണ്. പിന്നെ ഗുഡ്സ് ഇൻ ഡീൽ വിത്ത് റീറ്റെയിലർ സബ്ജക്ട് ടു വേരിയസ് റിസ്ക്. പിന്നെ കൈകാര്യം ചെയ്യുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും? ഡിറ്ററൈറേഷൻ ഇൻ ക്വാളിറ്റി, സ്പോയിലേജ്, പെരിഷബിലിറ്റി ആൻഡ് ഒബ്സലൻസ് പറയുന്ന സംഭവങ്ങളൊക്കെ വരും. എന്തൊക്കെയാ? കൊള്ളത്തില്ലാതാകുക അല്ലേ, ചില സംഭവങ്ങൾ ഫാഷൻ മാറിപ്പോവുക, അതുപോലെ തന്നെ എന്താ ലീക്കായി പോവുക, നശിച്ചു പോവുക വഴിയൊക്കെ ഇഷ്ടംപോലെ നഷ്ടങ്ങൾ ആർക്കുണ്ടാകുന്നു? റിസ്കുകൾ റീറ്റെയിലർക്കുണ്ടാകും. ദ ഗുഡ്സ് ആർ ഓൾസോ എക്സ്പോസ്ഡ് ടു നാച്ചുറൽ റിസ്ക് ലൈക്ക്. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ പൈസ കിട്ടാതിരിക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള റിസ്കുകൾ ഉണ്ടാകുന്നു. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് വഴി എന്താ കുറേ എണ്ണം നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ പൊട്ടി തകർന്നു പോകുന്നു, പിന്നെ ചീത്തയായി പോകുന്നു, ഈ പറയുന്ന രീതിയിലുള്ള റിസ്കുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം നാച്ചുറൽ ആയിട്ടുള്ള റിസ്കുകളും ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണ്? തീപിടുത്തം, അതുപോലെ തന്നെ എർത്തുകൈക്ക്, പിന്നെ എന്താ ഫ്ലഡ്, ഈ പറയുന്ന രീതിയിലും കുറച്ചധികം നഷ്ടങ്ങൾ ആർക്കുണ്ടാകും? റീറ്റെയിലർക്കുണ്ടാകും. ഇതെല്ലാം വഹിക്കേണ്ടത് ആര് തന്നെയാണ്? റീറ്റെയിലർ തന്നെയാണ്. പിന്നെ 5ാമത്തെ കളക്റ്റിംഗ് ടാക്സ്.
Retailer act as an intermediary between the government and consumers in collection and payment of tax. അതുപോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ആയിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ടും റീറ്റെയിലർ പ്രവർത്തിക്കാറുണ്ട്. കാരണം എന്നായിരിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് മേടിച്ച് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നതും ആര് തന്നെയാണ്? ഈ റീറ്റെയിലർ തന്നെ ആണ്. The retail price of the commodity comprises indirect tax levied by the government such as VAT or sales tax. എന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ റീറ്റെയിൽ പ്രൈസിൻ്റെ അകത്ത് ഏതും കൂടെ ഉൾപ്പെടുത്തുന്നു? ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന നികുതിയും കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൈസ് മേടിക്കുന്നത്. അപ്പം ഇത്രയും ഫംഗ്ഷൻസ് ആണ് റീറ്റെയിലിങ്ങിനുള്ളത്. പ്രൈമറി, സെക്കൻഡറി, ബോക്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈമറി ഫംഗ്ഷൻസ്, സെക്കൻഡറി ഫംഗ്ഷൻസ്, അതിനകത്ത് തന്നെ കുറച്ചധികം സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. നമ്മളത് പഠിച്ചു തീർന്നു. ഇത് ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഈ ചാർട്ട് വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് വരികയിൽ കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു.